നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് BJPക്ക് പ്രതികൂലമാകും എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണി കണക്കൂട്ടുന്നത്. അസാമിൽ മാത്രമായിരിക്കും BJPക്ക് അല്പമെങ്കിലും മെച്ചമുണ്ടാവുക. ബാക്കി പശ്ചിമ ബംഗാളിലായിരുന്നാലും തമിഴ്നാട്ടിലായിരുന്നാലും കേരളത്തിലായിരുന്നാലും പുതുച്ചേരിയിലായിരുന്നാലും BJP പച്ച പിടിക്കില്ല എന്നുള്ളത് വാസ്തവമാണ്. ബംഗാളിൽ അതിശോചനീയമായിരിക്കും അവസ്ഥ. കാരണം കഴിഞ്ഞ തവണ നേടിയെടുത്ത 75 എന്നത് ഒരു മാന്ത്രിക സംഖ്യയാണ്. അതിൻ്റെ പകുതി പോലും നേടിയെടുക്കാൻ കഴിയില്ല. ഒരു രാജ്യസഭ MP പോലും ജയിപ്പിക്കാൻ കഴിയുന്ന MLA-മാരെ ബംഗാൾ വാഗ്ദാനം ചെയ്യില്ല എന്ന് മമത ഉറപ്പിച്ച് പറയുകയാണ്. നോക്കൂ, അസാമിൽ മാത്രമാണ് BJP അല്പമെങ്കിലും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. ഹിമന്തിൻ്റെ വർഗീയ കളിയിൽ ആ കാർഡ് ഇറക്കി തുടർച്ചയായി ഭരണം നിലനിർത്താം എന്ന് വിചാരിക്കുകയാണ്. വ്യാമോഹമാണ് BJPക്കുള്ളത്. 2016 BJP അധികാരത്തിലേക്ക് അസാമിൽ വരുന്നത്. 2001 മുതൽ 2016 വരെയുള്ള തരുൺ ഗൊഗോയുടെ മികവാർന്ന ഭരണത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നു. യാതൊരു മത വേർതിരിവുമില്ലാതെ സാധാരണക്കാരിലേക്ക് പ്രശ്നങ്ങൾ കൃത്യമായി പഠിച്ച് അതിന് ഉത്തരം കണ്ടെത്തിയിരുന്ന ഒരു സാഹചര്യം. ഇന്ന് അവിടുത്തെ മുസ്ലിം ജനത മറ്റ് സംസ്ഥാനങ്ങളിലേക്കാണ് പലായനം ചെയ്തിരിക്കുന്നത്. കേരളത്തിലും അതുപോലെ തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ചില്ലറ ജോലികൾ, പ്രത്യേകിച്ചും ഏതെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സ്വയം സംരംഭക തൊഴിലുമായി കൂട്ടത്തോടെ അസാമിൽ നിന്നും കൂട്ടപ്പലായനമാണ് മുസ്ലിം ജനവിഭാഗം നടത്തുന്നത്. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ: ഹിമന്തിൻ്റെ ജാതി വിരുദ്ധത. അത് കൃത്യമായി അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ സ്ഫുരിക്കുകയാണ്. അവിടെ വീണ്ടും അധികാരത്തിലേക്ക് എത്തിയാൽ മുസ്ലിം വിഭാഗക്കാരായി ഏതെങ്കിലും MLA ഉണ്ടെങ്കിൽ അയാളെ സ്വൈര്യമായി കാലുകുത്താൻ അനുവദിക്കില്ല എന്ന സ്വരമാണ് കടുപ്പിച്ചിരിക്കുന്നത്. ബംഗാളിൽ സുവേദു അധികാരിയും ഹിമന്ത് ബിശ്വ ശർമ്മ അസാമിലും പറയുന്നത് ഒരേ രീതിയിലുള്ള വർത്തമാനം തന്നെയാണ്. ഇതാണ് ഈ രാജ്യത്തിൻ്റെ മതേതര സന്തുലിത അവസ്ഥയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്, വ്രണപ്പെടുത്തുന്നത്. അവിടെയാണ് രാജ്യസഭാ സീറ്റുകൾ 70-ലധികം വരുന്ന രാജ്യസഭാ സീറ്റുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഈ സംസ്ഥാനത്തെ MLA-മാരുടെ ആനുപാതിക കണക്കനുസരിച്ച് നോക്കുമ്പോൾ BJPക്ക് കനത്ത പ്രഹരം ഏൽക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അസാം കൂടി കൈവിട്ടാൽ BJPക്ക് കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടിയെടുക്കാം എന്നുള്ള വ്യാമോഹം എന്നേക്കുമായി അവസാനിക്കും. കാരണം ഇതൊരു സൈക്കിൾ പ്രോസസ്സാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ 2027 പ്രധാന തെരഞ്ഞെടുപ്പുകളാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. 2027 UP, ഉത്തരാഖണ്ഡ്, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അതിൻ്റെ അവസാന ഭാഗത്തിൽ തന്നെയാണ് ഗുജറാത്തിലും ഹിമാചൽ പ്രദേശിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ സൈക്ലിംഗ് പ്രോസസ്സ്. രാജ്യസഭയിൽ വരുന്ന സീറ്റ് ഒഴിവുകളുടെ എണ്ണത്തിൽ ഇപ്പോൾ BJPക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് MP-മാരുടെ എണ്ണമാണ്. എന്നാൽ അത് ഇനി ആ ഗ്രാഫ് താഴാൻ പോവുകയാണ് എന്നത് അവരെ ഭയപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്.